ഹായ്, യൂട്യൂബിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ഞാനിവിടെ റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ട്. ആൾട്ടേർഡ് കണ്ടൻറ് എന്നാണ് ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയൊരു പണി കിട്ടും. അതിപ്പോൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ഇനി ന്യൂ യൂട്യൂബേഴ്സ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെന്താണെന്ന് അത് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ എഴുതിയിട്ടുള്ളത് ഡു എനി ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ് യുവർ കണ്ടൻറ്റ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും നമ്മുടെ വീഡിയോയിലുണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. മേക്സ് എ റിയൽ പേഴ്സൺ അപ്പിയർ ടു സേ ഓർ ഡു സംതിങ് ദേ ഡിഡ്ന്റ് സേ ഓർ ഡു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞതോ പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മളങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. പിന്നെ അടുത്തത് ആൾട്ടേഴ്സ് ഫുട്ടേജ് ഓഫ് എ റിയൽ ഇവൻറ്റ് ഓർ പ്ലേസ്. നമ്മൾ റിയൽ ആയിട്ടുള്ള ഫുട്ടേജ് അല്ലെങ്കിൽ പ്ലേസ് മാറ്റിയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. ഉണ്ടെങ്കിൽ അങ്ങനെ യെസ്, അല്ലെങ്കിൽ നോ. യെസ് കൊടുത്താൽ നമ്മുടെ വീഡിയോക്ക് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത് പറയുന്നത് ജനറേറ്റ്സ് എ റിയലിസ്റ്റിക് ലുക്കിംഗ് സീൻസ് ദാറ്റ് ഡിഡ്ന്റ് ആക്ച്വലി ഒക്കർ. അങ്ങനെ പറയുന്നത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമ്മളിപ്പോൾ AI ഒക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റൊരു ബാധിക്കുന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ യെസ് കൊടുക്കണം. AIയുടെ സഹായത്തിൽ പല വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇടലുണ്ടല്ലോ. ഇപ്പോൾ ജീവികളത് അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ രൂപത്തിലൊക്കെ ഫേക്കായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുമ്പോഴും അതിന് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കണം. യെസ് കൊടുത്താൽ പിന്നെ സ്ട്രൈക്ക് വരും. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.